നമസ്കാരം. പർവ്വതങ്ങൾക്ക് പറക്കുവാൻ കഴിയുമായിരുന്നോ? നമ്മുടെ പുരാണങ്ങളിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ആ പറക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. രാമായണത്തിലും അത് പറയുന്നുണ്ട്. ലങ്കയിലേക്ക് പോയ ഹനുമാന് അല്പം വിശ്രമിക്കുവാൻ വേണ്ടി കടലിനടിയിലുണ്ടായിരുന്ന ഒരു പർവ്വതം ഉയർന്നു വന്ന് ഇവിടെ കുറച്ച് വിശ്രമിച്ച് താങ്കൾ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു മൈനാകം എന്ന ഒരു പർവ്വതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പർവ്വതങ്ങൾക്ക് പറക്കാൻ കഴിയുമായിരുന്നു. നമ്മൾക്ക് ഒരുപാട് സൃഷ്ടികളുടെ അക്ഷയഖനിയാണ് ഭാരതം. പുരാണങ്ങള്, അതുപോലെ ഒരുപാട് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ആ വേദങ്ങൾ നമുക്കറിയാം, ഉപനിഷത്തുകൾ, അങ്ങനെ വലിയ ഒരു സൃഷ്ടിയുടെ ഒരു കലവറയാണ് ഭാരതം. ആ പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥയാണ് മൈനാകം എന്ന പർവ്വതം. പണ്ട് കാലത്തൊക്കെ ഉൽക്കകളൊക്കെ, വലിയ വലിയ ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചിരിക്കാം. അതിൽ നിന്ന് ഉടലെടുത്ത ഒരു ഭാവന സൃഷ്ടിയായിരിക്കാം ഈ മൈനാകം എന്നത്. പണ്ട് മേനയുടെയും ഹിമവാന്റെയും പുത്രനായി ഒരു പർവ്വതമുണ്ടായിരുന്നു അത്രേ. പർവ്വതങ്ങൾക്ക് അക്കാലത്ത് പറക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നു പോലും. അങ്ങനെ ഇവ പറന്നു ചെന്ന് ആദിവാസ പ്രദേശങ്ങളിൽ ഇരിക്കുമ്പോൾ ആളുകൾ മരണപ്പെട്ടിരുന്നു. അത് ജീവജാലങ്ങളൊക്കെ ഇല്ലാതായി പോയിക്കൊണ്ടിരുന്നു. അതിൽ കുപിതനായി ഇന്ദ്രൻ, ലോകത്തെ നയിക്കുന്ന ഇന്ദ്രൻ, പർവ്വതങ്ങളുടെ എല്ലാം ചിറക് വെട്ടിക്കളഞ്ഞു എന്നാണ്. അതിനെ ഭയന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ മൈനാകം എന്ന പർവ്വതം മാത്രം വായുവിന്റെ സഹായത്തോടുകൂടി അങ്ങ് കടലിനടിയിൽ മുങ്ങി ഒളിച്ചിരുന്നു പോലും. അങ്ങനെ ആ മൈനാകം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. രസകരമായിട്ട് നമുക്കറിയാം, കാതങ്ങൾ അകലെ ഈ ഒരു പർവ്വതമുണ്ട്. ഏകദേശം ഈ മൈനാകം എന്ന അതേ പേരിൽ പർവ്വതത്തിനടിയിൽ, സമുദ്രത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മൗനാക്കി എന്ന ഒരു പർവ്വതം, യുഎസിലെ ഹവായി മൗനാക്കി എന്ന, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പർവ്വതമായി പരിഗണിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ കൊടുമുടിയായി പരിഗണിക്കപ്പെടുന്നത് എവറസ്റ്റ് ആണ്, ഹിമാലയമാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ വലിപ്പമുള്ള ഒരു പർവ്വതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എവറസ്റ്റിന്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 8848.86 മീറ്റർ ആണ്. 8846.86 മീറ്റർ ആകുമ്പോൾ ഹവായ് ദ്വീപിലെ മൗനാക്കിയുടെ, അതായത് അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, സമുദ്രത്തിനടിയിലാണ് നിൽക്കുന്നത്, സമുദ്രത്തിനടിയിൽ നിന്ന് 10,210 മീറ്റർ, അതായത് എവറസ്റ്റിനേക്കാളും 1400 മീറ്റർ അധികമാണ്. പക്ഷെ അത് സമുദ്രനിരപ്പിന് മുകളിലേക്ക് കാണുന്നത് 4207 മീറ്റർ മാത്രമാണ്. നോക്കൂ, സമുദ്രത്തിനടിയിൽ, നമ്മുടെ പുരാണങ്ങളിൽ പറയുകയാണ്, സമുദ്രത്തിനടിയിൽ ഒരു പർവ്വതം മറഞ്ഞിരിക്കുന്നു. ആ പർവ്വതത്തിന്റെ പേര് മൈനാകം എന്നാണ്. നമ്മൾക്ക് മനോഹരമായിട്ടുള്ളൊരു മലയാള ഗാനമുണ്ട്. മൈനാകം കടലിൽ നിന്നുയരുന്നു, ചിറകുള്ള മേഘങ്ങളോ ശിശിരങ്ങൾ തിരയുന്നുവോ. ഇത്ര മനോഹരമായിട്ടാണ് മൈനാകത്തെ വർണ്ണിച്ചിരിക്കുന്നത്. കടലിൽ നിന്ന് ഉയരുന്നുവോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കടലിനടിയിൽ ഒരു മൈനാകം എന്ന ഒരു പർവ്വതം ഉണ്ടെന്ന് ആർക്കൊക്കെ അറിയാമായിരുന്നു. അതും അങ്ങ് അകലെ, നമുക്കറിയാം, അമേരിക്കോ വെസ്പൂച്ചിയാണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, ഇരുണ്ട യുഗങ്ങൾക്കും ശേഷമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ മൈനാകം എന്നൊരു പർവ്വതത്തെക്കുറിച്ച് പറയുന്നു. അതേ പേരിൽ മൗനാക്കി എന്ന പേരിൽ ഒരു സമുദ്രത്തിനടിയിൽ ഒരു പർവ്വതം ഒളിഞ്ഞിരിപ്പുണ്ടത്രേ. നമുക്ക് എന്താ പറയാ, ഈ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ വിശ്വകോളം തിരിയുന്ന മാർഗം അതിൻ്റെ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് കവി പാടിയിട്ടുണ്ട്. അത്രത്തോളം അനന്തവും അജ്ഞാതവുമായിരുന്നു നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഈ ലോകമെന്നത്. ഈ ഭാരതത്തിലിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞ ഒരു ഋഷി പരമ്പരയാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൈനാകം, മൈനാക്കി, ഇങ്ങനെ വളരെ സാമ്യതകൾ ഇതിലുണ്ടായിരിക്കാം. പക്ഷെ അതിലൊക്കെ പല കാര്യങ്ങളും പറയുന്നത് ഭാവനാസമ്പന്നമായിട്ട് ശ്ലോകങ്ങളിലൂടെ, കാവ്യങ്ങളിലൂടെയൊക്കെയാണ്. അപ്പൊ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കലുകൾ നടത്തി സാധാരണക്കാരന് അറിയാവുന്ന രീതിയിൽ
അവന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പല കാര്യങ്ങളിലും അത് പറഞ്ഞു വരുമ്പോൾ അത് അവിശ്വസനീയമായ ചില കഥകളും, അല്ലെങ്കിൽ അതിന് കാവ്യഭാവനയിൽ വരുമ്പോൾ ചിറകുള്ള പറന്നു വരുന്ന ചിലപ്പോൾ ഉൽക്കകൾ വന്ന് വീഴുന്നതിൽ നിന്ന് അതിനെ തടയാൻ എന്തെങ്കിലും പുരാണ കാലത്ത് ആരെങ്കിലൊക്കെ അത്രത്തോളം ചിലപ്പോൾ ശാസ്ത്രമൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു കാണുമോ, ശാസ്ത്ര നേട്ടങ്ങൾ, അന്നത്തെ കാലത്തുണ്ടായ ശാസ്ത്ര നേട്ടങ്ങൾ പിന്നീട് നഷ്ടപ്പെട്ടു കാണുമോ, അത്തരം എന്തെങ്കിലും മനുഷ്യരാശിയുടെ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്ന അന്നത്തെ കാലത്തെ ആളുകൾ ഇത്തരം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ, അതിനെ തുടർന്നായിരിക്കുമോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത്, ഉൽക്കവീഴ്ചകൾക്കാണോ ഈ ചിറകുള്ള പർവ്വതങ്ങൾ എന്ന ഭാവന സൃഷ്ടിക്കപ്പെട്ടത്, നമുക്കറിയില്ല. എന്തായാലും ഈ രണ്ട് പേരുകൾ തമ്മിലുള്ള സാമ്യം വളരെ രസകരമാണ്. ഇത്തരം അനുഭവങ്ങളും ഇല്ലെങ്കിൽ ഇത്തരം അറിവുകളും ഇത്തരം സാമ്യതകളും നമ്മുടെ പുരാണങ്ങളും നമ്മുടെ പൂർവികർ പറഞ്ഞ പല കാര്യങ്ങളിലും നമ്മുടെ ദേശത്തിന് എത്രയോ അകലെ അതിനുള്ള സാമ്യതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം സാമ്യതകൾ ഉണ്ടെങ്കിൽ ഈ കമൻ്റായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.